നമസ്കാരം. PK മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശതാബ്ദി നിറവിലായിരിക്കുന്ന ഒരു ചരിത്ര സാക്ഷിയായി നിൽക്കുന്ന ചേർത്തല TVയുടെ ചരിത്രകഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ജലഗതാഗത മാർഗങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലത്ത് ജനങ്ങൾക്ക് ബോട്ട് സർവീസും കടത്തുവഞ്ചിയുമൊക്കെയായിരുന്നു ജീവിതത്തിൽ ആശ്രയമായിരുന്നത്. കൊച്ചിയെയും കോട്ടയത്തിൻ്റെ ഇങ്ങേയറ്റത്തെ വൈക്കത്തെയുമൊക്കെ ജലഗതാഗത മാർഗത്തിലൂടെ ബന്ധിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമായിരുന്നു ചേർത്തല ജെട്ടി. ചരക്കുവള്ളങ്ങളും പുരവഞ്ചികളും ബോട്ടുകളും എല്ലാം ഇവിടെ അന്ന് എത്തിച്ചേർന്നു. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ജെട്ടിയിലെ ചരക്കുകൾ എത്തിയതോടുകൂടി ആ കാലത്ത് ചേർത്തല വാണിജ്യ നഗരമായി മാറി. ഇതിൻ്റെ ഭാഗമായാണ് ചേർത്തല ആലപ്പുഴ കനാല് നിർമ്മിച്ചത് എന്നാണ് പഴമക്കാർ ഓർക്കുന്നത്. പിൽക്കാലത്ത് റോഡ് ഗതാഗതത്തിലൂടെ വാഹന ഗതാഗതം ആരംഭിച്ചതോടുകൂടി ജലഗതാഗതം നിലച്ചു, ബോട്ട് ജെട്ടി അപ്രസക്തമായി. എങ്കിലും അന്നത്തെ കാലത്ത് വാണിജ്യപരമായും ഭൂമിശാസ്ത്രപരമായും പ്രാധാന്യം ലഭിച്ച ചേർത്തല യാത്രാപരമായും പ്രധാന സ്ഥലമായി മാറി. അതിനാൽ അവിടെ ഒരു വിശ്രമ കേന്ദ്രം വരേണ്ടത് അത്യാവശ്യമാണെന്ന് ഭരണാധികാരികൾക്ക് ബോധ്യമായി. ബോട്ടുകളും ചരക്കുവള്ളങ്ങളും പോയിരുന്ന വേമ്പനാട്ട് കായലിനോടും ചേർത്തല കനാലിനോടും ബോട്ട് ജെട്ടിയോടും ചേർന്നാണ് അന്ന് TV നിർമ്മിച്ചത്. വേമ്പനാട്ട് കായലിൻ്റെ കൈവഴിയായ കുറിയമുട്ടം കായലിൻ്റെയും ഇതിനോട് ഇഴചേർന്ന് കിടക്കുന്ന കനാലിൻ്റെയും തീരത്താണ് ബംഗ്ലാവ്. 1885 മുതൽ 1924 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ മഹാരാജാവ്. ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് ചേർത്തല TVയുടെ നിർമ്മാണം ഉണ്ടായത്. 1920 സ്ഥാനമേറ്റ ബഹാദൂർ തോട്ട്ല രാഘവയ്യരായിരുന്നു അന്നത്തെ ദിവാൻ. തിരുവിതാംകൂറിൻ്റെ ചരിത്രരേഖകൾ പ്രകാരം 1921 ഒക്ടോബർ 17 ഈ ചേർത്തലയിലെ TV തുറന്നു കൊടുക്കുന്നത്. നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം ആലുവ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MP മാണിയുടെ ഉത്തരവ് പ്രകാരമാണ് ബംഗ്ലാവ് തുറന്നു കൊടുത്തത്. ട്രാവലേഴ്സ് ബംഗ്ലാവ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് TV എന്ന് പറയുന്നത്. മുസാവരി ബംഗ്ലാവ് എന്നാണ് TVയെ പണ്ട് വിശേഷിപ്പിച്ചിരുന്നത്. തിരുവിതാംകൂർ മരാമത്ത് രേഖകളിൽ TVയെ മുസാവരി ബംഗ്ലാവുകൾ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുസാവരി എന്നാൽ യാത്രക്കാർക്ക് വിശ്രമിക്കാനായി സജ്ജമാക്കിയിട്ടുള്ള കെട്ടിടം എന്നാണ് അർത്ഥം. അങ്ങനെ മുസാവരി ബംഗ്ലാവ് എന്നാണ് ചേർത്തലയിലെ ഈ TV പണ്ട് ഔദ്യോഗികമായും അനൗദ്യോഗികമായും അറിയപ്പെട്ടിരുന്നത്. റെസ്റ്റ് ഹൗസിന് ഒരു അനക്സ് പിന്നീട് പണി കഴിപ്പിച്ചിട്ടുണ്ട്. 1982 ഓഗസ്റ്റ് 14 അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന വയലാർ രവിയാണ് അനക്സിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത്. 1985 നവംബർ 22 ആഭ്യന്തരമന്ത്രി വയലാർ രവിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ അന്നത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്ന K ഔക്കാദർ കുട്ടി നഹ അനക്സ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിലാകെ ഏതാണ്ട് 155ഓളം റെസ്റ്റ് ഹൗസുകളാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ളത്. അതിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു റെസ്റ്റ് ഹൗസാണ് ചേർത്തലയിലേത്. രാജഭരണകാല നിർമ്മിതിയുടെ ചരിത്രശേഷിപ്പാണ് ഈ TVയുടെ ഒന്നാമത്തെ പ്രത്യേകത. അതിനുശേഷം പല നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ TVയോട് ചേർന്ന് നടത്തിയെങ്കിലും ആദ്യ നിർമ്മാണത്തിൻ്റെ മികവോ ഐശ്വര്യമോ മറ്റു നിർമ്മിതികൾക്ക് ഉണ്ടായിട്ടില്ല. ചില കൂട്ടിച്ചേർക്കലുകളും അറ്റകുറ്റപ്പണികളും നടത്തിയതൊഴിച്ചാൽ ബംഗ്ലാവ് ഇന്നും പഴയപടി തന്നെ. ആദ്യ നിർമ്മാണത്തിൻ്റെ തനിമ ഇന്നും നിലനിർത്തിയിരിക്കുന്ന ഒരു TVയാണ് ചേർത്തല TV. കാലമേറെ കഴിഞ്ഞിട്ടും വളരെയേറെ തലയെടുപ്പോടുകൂടിയാണ് TVയുടെ നിലനിൽപ്പ്. ബംഗ്ലാവിൻ്റെ വരവോടെയാണ് സമീപ റോഡിന് TV റോഡെന്നും ആ കനാലിന് TV കനാലെന്നും പേര് വന്നത്. അത്രയേറെ പ്രാധാന്യമുണ്ടായിരുന്നു ഈ TVക്ക് എന്നർത്ഥം. ആ പ്രദേശത്തിൻ്റെ പേരുകൾ പോലും മാറ്റാൻ മാത്രമുള്ള പ്രസിദ്ധി ഈ TVക്കുണ്ടായിരുന്നു എന്നാണ് അർത്ഥം.
മറ്റൊരു പ്രത്യേകത ടി വി ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. മനോഹാരിതയും വശ്യതയും ശാന്തതയുമുള്ള സ്ഥലമാണിവിടെ. പഴക്കമുള്ള മരങ്ങളും ചുറ്റുമുള്ള ജലസാന്നിധ്യവും ഈ പരിസരത്തെ കൃത്രിമമല്ലാത്ത ഒരു മനോഹാരിത അനുഭവവേദ്യമാക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത ചരിത്രപ്രസിദ്ധമായ വയലാർ വെടിവെപ്പിൻ്റെ മൂകസാക്ഷിയായിരുന്നു ഈ ടി വി എന്നതാണ്. വയലാർ സമരകാലത്ത് 1946 ഒക്ടോബർ 27 സർ CP-യുടെ പട്ടാളം ചേർത്തല ബോട്ട് ജെട്ടിയിൽ താവളമുറപ്പിച്ച ശേഷമാണ് വയലാർ സമരത്തിൽ പങ്കെടുത്തവരെ നേരിട്ടത്. ഇതിനടുത്ത് തന്നെയായിരുന്നു, പട്ടാളത്തിൻ്റെ ക്യാമ്പിനോട് ചേർന്നായിരുന്നു സർക്കാർ റെസ്റ്റ് ഹൗസ് പ്രവർത്തിച്ചിരുന്നത്. വയലാർ വെടിവെപ്പിന് പട്ടാളം പുറപ്പെട്ടത് ടി വിയിൽ നിന്ന് കായലിനപ്പുറം ടി വിയിലിരുന്നു കൊണ്ട് പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു. ടി വിയിൽ നിന്ന് കനാലിനപ്പുറം ഒരു വെളിപ്പാട് അകലെയാണ് വയലാറും വെടിയുണ്ടകൾ ചുവപ്പിച്ച വെടിക്കുന്നു. ടി വിയുടെ അടച്ചിട്ട മുറികളിൽ കേരള രാഷ്ട്രീയത്തിലെ നിർണായകമായ പല തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിർണായകമായ പല ചരിത്ര തീരുമാനങ്ങളുടെയും രഹസ്യ നീക്കങ്ങളുടെയും കഥകളറിയാം ഈ ബംഗ്ലാവിന്. ഒട്ടേറെ രഹസ്യങ്ങളുടെ കാവലാളായി ഈ കെട്ടിടം ഇന്നും നിലനിൽക്കുകയാണ്. കേരളത്തിലെ ചേർത്തലയിലെ ടി വി കലാമേഖലയിലും മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പല കലാസാഹിത്യ സൃഷ്ടികൾക്കും ഈ ടി വി പശ്ചാത്തലമായിട്ടുണ്ട്. മലയാളവും തമിഴും തെലുങ്കുമടക്കം പല സിനിമകളുടെയും ചിത്രീകരണത്തിന് ചേർത്തലയുടെ ടി വി വേദിയായിട്ടുണ്ട്. കാലത്തിനൊത്ത പരിഷ്കാരങ്ങൾക്കായി ആവശ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ടെങ്കിലും അതിനുള്ള കൃത്യമായ നടപടി എടുത്തിട്ടില്ല ഇതുവരെ. ടൂറിസവുമായി ബന്ധപ്പെടുത്തി ചില നിർമ്മാണ പദ്ധതികൾ ആലോചിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചരിത്രത്തെയും പ്രകൃതിയെയും അവഗണിക്കാതെ വേണമെന്ന ഒരഭ്യർത്ഥനയാണ് ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഈ ചരിത്ര സാക്ഷിയായ ചേർത്തല ടി വിയുടെ ചരിത്രകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.